ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ, എന്നാലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിന്ന് സേമിയും റവയും കൂടിയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ റവ മാത്രം ഉപ്പുമാവ് വയ്ക്കാമെന്ന് നോക്കുമ്പോൾ കുറച്ച് റവയുള്ളൂ. അപ്പോൾ എന്നാൽ കുറച്ച് സേമിയ കൂടി ചേർത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിക്കുക കേട്ടോ. അപ്പോൾ സേമിയ ഒരു അര ഗ്ലാസ് സേമിയ ഞാനൊരു പകുതി ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് പകുതി വേവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പിന്നെ ഇതിലിട്ടിട്ട് നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ആകുമ്പോൾ ആ വേവ് കറക്റ്റ് ആവില്ല കേട്ടോ. അങ്ങനെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുകൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം ഇഞ്ചി, ക്യാരറ്റ്, സവോള, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒന്ന് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഇന്ന് രാവിലെ തന്നെ അടുപ്പിൻ്റെ ഒടിക്കാണ്ട് വന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി ആയതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിപ്പ് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ്. കല്ലുപ്പ് പൊടിച്ച് വെച്ചാലും മറ്റേ പൊടിയും ഈ കല്ലുപ്പ് പൊടിച്ചത് ആകുമ്പോൾ ഇപ്പം എല്ലേലും ഉപ്പ് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് കുറച്ചോളൂ കണ്ടിട്ടാണ്. എല്ലേലും ഉപ്പ് കുറേശ്ശെ കയറുകയാണ്. മറ്റേ പൊടിയാകുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആണ്ട് മിക്സിയിലൊന്നാണ്ട് പൊടിച്ചാലും ഒന്നാണ്ട് ഒരു ടൈറ്റ് ആവുകയാണല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെ ലൂസായിട്ടുള്ള പൊടിയാണല്ലോ. അപ്പം ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിക്കാൻ മറക്കും ചെയ്യും. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റവയൊക്കെ ഇട്ട് കൊടുത്ത് കൂടെ തന്നെ നമ്മളെ സേമിയ ഇട്ട് കൊടുത്തിട്ടാ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ടും കൂടി ഈ സേമിയ മാത്രം ഉപ്പുമാവ് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അത് വയറിന് ഭയങ്കര ഇതാണ് ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പോൾ കുറച്ച് നമ്മൾ റവയെ കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല രുചിയാണ്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്നടെ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് എടുത്താൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് നമുക്കൊരു സമയക്കുറവുള്ളപ്പോൾ ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ ഇല്ല. മോനാണ് ഇത്തിരി ഒരു പിന്നാക്കോട്ടാ. എല്ലാവർക്കും ഏട്ടനായാലും എനിക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ റവ ഉപ്പുമാവ് നന്നായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഒരു 4 പപ്പടം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ പഴമുണ്ട്, അപ്പോൾ അതൊന്ന് കാച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് തന്നെ അടുപ്പുറത്തുള്ള വാഴം കൂട്ടത്തിത്തെ ഒരു കൊലയും കൂടി ഒന്നും കൂടി മൂപ്പൊക്കെ ആവാണ്ട് കേട്ടോ. ഉണ്ണിത്തണ്ട് പുഴു കുത്തിയിട്ട് ഒടിഞ്ഞിട്ട് ഒരു ചീർപ്പ് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടപ്പം ഇന്ന് രാവിലെ അത് വെട്ടിയെടുത്തുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ തലങ്ങ് വിലങ്ങോടെ ഇട്ടുകൊണ്ട്. പിന്നെ കൂട്ടുകാരെ പറയാനുള്ളത്, ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ ജൂലീനെ കയറ്റാൻ വേണ്ടിയിട്ട് ജൂലിയുടെ കൂട്ടിക്ക് വാതിലുണ്ട് തുറന്ന ഓളാണ്ട് കയറി. അപ്പോൾ കയ്യുമ്മ എന്തോന്ന് കുത്തിയിട്ടാ, സൂചി അടിക്കണ പോലെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 2-3 കടന്നല് ഇങ്ങനെ പാർന്ന് ജൂലിയുടെ കൂടിൻ്റെ അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം ഇനിയിപ്പോൾ ജൂലീനെ ഇത് കുത്തുക വെച്ചിട്ട് ഞാൻ എത്തിച്ചിട്ട് ജൂലിയുടെ കയറുണ്ട് പിടിച്ച് ഓളങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. കയറുണ്ട് പിടിച്ച വൈക്ക് ചുണ്ടുമ്മാണ്ട് കുത്തിയില്ലേ. എൻ്റെ അമ്മേ, എന്തിനായിരുന്നു എന്നോട് ഈ ചതി? അയ്യോ, ഒരു ദയയില്ലാത്ത കുത്തലിട്ടാ. അങ്ങനെ ചിരസിക്കാണ്ട് കയറി അങ്ങ് വറമ്പുള്ള സ്ഥലമാണ് ചുണ്ട് മൂക്ക് എന്നൊക്കെ പറയുമല്ലോ. അയ്യോ, ഇന്നിത് വെച്ചിട്ടൊരു സാമ്പാറാട്ടാ. വെണ്ടയ്ക്കല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ടൊന്ന് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കട്ടാ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരു സെക്കൻഡ് നേരം ആകുമ്പോഴത്തേന് ചുണ്ട് ഇങ്ങോട്ട് തൂങ്ങിയിട്ടാ. താഴത്തെ ചുണ്ടിൻ്റെ ഒരു സൈഡിലിരുന്ന് ചുണ്ട് ഇങ്ങോട്ട് തൂങ്ങി. എനിക്കിൻ്റെ കണ്ണാടിയിലോട്ട് പോയി നോക്കുമ്പോഴേക്ക് നെഞ്ഞ് പൊട്ടിയിട്ടാ. അപ്പോൾ എന്താണ് നിമിഷ നേരം മതിട്ടാ ഓരോന്നും സംഭവിക്കാൻ. അപ്പോൾ എന്താ വേണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടറത്തേക്ക് പോകണം. എന്താണെന്ന് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ് കുറച്ച് ദിവസം മുന്നേ മൂപ്പരെ കയ്യുമ്പലും കുത്തിയിട്ടാ. അത് സൈക്കിളിൻ്റെ ഇവരിങ്ങനെ എവിടെയാണ് വീട് വയ്ക്കുക വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. സൈക്കിളിൻ്റെ സീറ്റിൻ്റെ അടിയിൽ കണ്ടില്ല, സൈക്കിൾ എടുത്തിട്ട് പോകുമ്പോൾ കയ്യുമ്പോൾ കുത്തി. അപ്പോൾ അവിടുന്നൊക്കെ തീ കൊടുത്തിട്ടൊക്കെ പറഞ്ഞയച്ചതായിരുന്നിട്ടാ. അങ്ങനെ കയ്യുമ്പലത്ത് ഇങ്ങനെ വലിയ ഇതായില്ല. ചുണ്ട് നമുക്ക് ഈ സ്കിന്ന് തൊലി കനം കുറവല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര എന്താണെന്ന്
എൻ്റെ കണ്ണാടിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ അയ്യോ എൻ്റെ മുഖം ഇങ്ങനെ വികൃതമായാലും അത്ര സൗന്ദര്യം ഉണ്ടായിട്ടല്ല, എന്നാലും ഉള്ളിങ്ങനെ നല്ല പോലെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഈശ്വര ചുണ്ടുമ്പോൾ കടന്നിൽ കുത്തിയിട്ട് വേറെ എവിടേക്കും കുത്താൻ കണ്ടില്ല ദൈവമേ. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ പറശ്ശിനിക്കടവിൽ പോവുകട്ടോ കൂട്ടുകാരെ. അപ്പോൾ ആ ഒരു സന്തോഷം ഒന്ന് അറിയിക്കുകയാണ്. അപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിനിനാണ് കേട്ടോ 12:15. ഇപ്പോൾ കണ്ണൂരൊക്കെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടാ കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഡിലീറ്റായി പോയില്ല വെച്ചെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കേണ്ട സാവധാനം ഇങ്ങനെ വരും കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി വീഡിയോസ് ഉണ്ട്. അത് പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിച്ച് കാണണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ വെറുപ്പിക്കും ചെയ്യണില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 13 മിനിറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇത് എടുത്തിട്ട് ബാക്കി ഞാൻ നാളത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ ഉള്ളത് കുറച്ചായാലും നല്ലത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അല്ലാതെ അങ്ങനെ നമ്മളിങ്ങനെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. എന്താണ് കൂട്ടുകാരുടെ അഭിപ്രായം, ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടാ. ചിലപ്പോൾ 8 മിനിറ്റ് വരെ വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിടും. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കിന് ഒന്നാശ്വാസമായിട്ടാ ചുണ്ട് വീർപ്പൊക്കെ കുറഞ്ഞ്. പക്ഷേ എൻ്റെ ചുണ്ടിങ്ങനെ അങ്ങനെ ആയിട്ട് നിങ്ങൾ കാണണ്ട കേട്ടോ. ഞാൻ ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടുള്ള സത്യം പറഞ്ഞാൽ തന്നെ എൻ്റെ മുഖം ചുണ്ടും കാണാൻ വയ്യ. അപ്പോൾ പിന്നെ അത് ഞങ്ങൾക്ക് കാട്ടി തരണ്ടല്ലോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞ ശരിക്കും നിങ്ങൾ താന്നും ചെരിഞ്ഞൊക്കെ നോക്കൂട്ട എവിടെ ചുണ്ട് എവിടെ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ വേണ്ട കഴിയുന്നത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇതാണ് കൊല വെട്ടിയത്. മൂത്തിട്ടൊന്നുമില്ല, എന്തോ ചൂടും ഉണ്ണിത്തണ്ട് പുഴു കൊത്തിയിട്ടും ഒക്കെ ആയിട്ട് ഒക്കെ ഒടുങ്ങി മറിഞ്ഞ് വീഴുക കേട്ടോ. തലങ്ങും വിലങ്ങും വാഴകൾ വീഴുകയാണ്. അങ്ങനെ നേട്ടനൊന്നും പോവാല്ല കേട്ടോ. അങ്ങനെ ചായയുടെയും ഒക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ചോറിനൊക്കെ തീ കൂട്ടുന്നു. മറ്റേ നമ്മൾ രാവിലെ ചോറിനൊക്കെ തീ വയ്ക്കുമല്ലോ. അപ്പോൾ ചോറിനൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചാൽ പിന്നുള്ള ഓരോ പണികൾക്കും കോഴീനെ വിടാനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നൊരു അടിപൊളി ഉള്ളതുകൊണ്ട് ഒരു അടിപൊളി സാമ്പാർ നമുക്ക് വെക്കണം കേട്ടോ. അതില്ല അതില്ല വെച്ചിട്ട് ഒരു കുറവൊന്നും അല്ല കേട്ടോ. ഉള്ളത് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 2 നാടൻ മുരിങ്ങാക്കായ നമുക്ക് കിട്ടിയതാട്ടോ. കുറച്ച് മൂത്തതാണ്. അതും വഴുതനങ്ങയും കുറച്ച് വെള്ളത്തിൽ ഞാനത് വെച്ച് കൊടുത്തുകൊണ്ട് അത് അധികം വേവില്ലല്ലോ. പിന്നെ വറുത്ത നാളികേരത്തിൽ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് അത് അരച്ചതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പുളിവെള്ളം, ഉപ്പും. ഇപ്പം എല്ലാതും ഈ ചട്ടിക്ക് ആയിട്ടുണ്ട്. കറി വെന്തുണ്ട്. അപ്പോൾ ഒന്ന് ലൂസാക്കിയിട്ടുള്ളൊരു കറി കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ അതിലേക്ക് കായപ്പൊടി, ഉലുവപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കറിവേപ്പില, ഉണക്കമുളക്, കടുക്, ഉലുവ ഒക്കെ പൊട്ടിച്ചിട്ട് അതിൽ തന്നെ സാമ്പാർ പൊടി 1 ടീസ്പൂണ് ഒന്ന് മൂപ്പിച്ച് ഒഴിക്കുക കേട്ടോ. നല്ല രുചിയായിരുന്നു കേട്ടോ. നമുക്ക് വേറെ ഒന്നും വലിയ വിഭവങ്ങളൊന്നും വേണ്ട, അത്രയും ടേസ്റ്റ് ഇല്ല. അപ്പോൾ വെണ്ടയ്ക്കല്ലല്ലോ സാമ്പാർ വയ്ക്കാൻ, അല്ലെങ്കിൽ വേറെ ഉള്ളതില്ലല്ലോ അന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യുക. അതാണൊരു വീട്ടമ്മ ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ അപ്പൂനെ ഇറക്കട്ടെ വെച്ചിട്ട് പോയതാട്ടാ. അപ്പോൾ അപ്പൂനെ ഇറക്കണേക്കായി മുന്നേ മേലേക്കാണ്ട് പോയാൽ അവിടുന്ന് തന്നെ ഓന് മരുന്ന് കൊടുത്തിട്ടാണ്ട് ഇറക്കുക കേട്ടോ. കാരണം ഒരു ദിവസം ഞാൻ പുറത്തുനിന്ന് പിടിയും വലി കൂടിയിട്ട് മരുന്ന് കൊടുക്കണേൽ ഓൻ്റെ ബെൽറ്റുണ്ട് ഊരി. ദൈവമേ എവിടേക്ക് പോവേ. അങ്ങനെ വേഗം കയറിക്കോന്ന് പറഞ്ഞപ്പോൾ ആദ്യക്ക് ഓടി കയറിയിട്ടാ. അല്ലേ ചെങ്ങ ഞാൻ എവിടുന്ന് പിടിക്കുക, എന്താ ഓനെ പിടിക്കുക, വാല. അങ്ങനെ ഞാൻ ഇപ്പം മരുന്ന് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇറക്കുക, കയറ്റിയതിൻ്റെ ശേഷം മരുന്ന് കൊടുക്കുക. അപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടാ, വയറൊക്കെ സുഖമായി. അപ്പോൾ ഇന്നലെയൊന്നും മരുന്ന് കൊടുത്തിട്ടില്ല കേട്ടാ. അപ്പോൾ അത് മേലിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചതാണ് കേട്ടാ. അപ്പോൾ ഓന് മരുന്ന് കൊടുത്തിട്ട് വേണം ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാവടിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ അടുപ്പത്തുണ്ടല്ലോ, സാമ്പാറുമായി. അപ്പോൾ ഒന്ന് കയറി ഓനൊന്ന് കളിപ്പിക്കുക വെച്ചിട്ടൊന്ന് ഇറങ്ങിയതാട്ടാ. അപ്പോൾ മരുന്ന് എമ്മത്ത് ഞാൻ അന്ന് ഒരു വടിയൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെയും സമ്മതിക്കൊന്നുമില്ല. എന്നാലും ഇവിടെ ആകുമ്പോൾ നമുക്ക് ഓടിച്ചിട്ടിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാമല്ലോ. കണ്ട ഓൻ്റെ ഓരോ കോപ്രായങ്ങളാണ് കേട്ടോ. അതൊക്കെ മരുന്നിന് വിളിക്കുമ്പോഴേ.
അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ ഇട്ടാ കണ്ട ഓട്ടം ആ ഉള്ള ഒരു ഇത്തിരി സ്ഥലത്ത് വട്ടം കറങ്ങും കേട്ടോ ഓട്ടിട്ട് ഇങ്ങനെ കണ്ട കാറ്റിന് കണ്ടില്ലേ. പക്ഷെ ഞാൻ കൊടുത്തിട്ടാ ഈ ഇതിൽ തന്നെ മരുന്ന് കൊടുത്തു ഞാൻ. അത് ഞാൻ വാങ്ങിയതാട്ടാ വലിയ സിറിഞ്ചിൻ്റെ. ഇപ്പോഴാണ് കേട്ടാ മരുന്ന്. അത് കണ്ട് വായിലേക്കണ്ട് നീക്കിയ ഒരു അമർത്തി കൊടുത്താൽ അത് പോക്കോളൂ കേട്ടാ. ഇതിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചതാണ്. അങ്ങനെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഞാൻ അവനെ താഴത്തേക്ക് കൊണ്ടുപോകും കേട്ടാ. അപ്പോഴേക്ക് പിന്നെ മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. പുതിയാപ്പിളക്കോരയും മുള്ളനൊക്കെയാണ്. അപ്പോൾ അതിൽ 2 മത്തിയുണ്ട്. അപ്പോൾ അത് ഞാൻ ജോലിക്ക് അപ്പൂന് കൂടിയിട്ട് കറി വെച്ചിട്ടാ. അങ്ങനെ മീനൊക്കെ ഒന്നെടുത്ത് നന്നാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പം നമ്മളിന്നൊരു ചട്ടി സാമ്പാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറയണ് പുതിയാപ്പിളക്കോര, ഇവിടെ പുതിയാപ്പിളക്കോര എന്നാ പറയട്ടാ. ചിലർ കിളിമീനൊക്കെ പറയല്ലേ. പുതിയാപ്പിളക്കോര വറക്കണ്ട, വറ്റിച്ച് വെച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു ചട്ടി സാമ്പാറും വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വറക്കണ്ട, കറി വേണ്ട, പറ്റിച്ച് വെച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും പറഞ്ഞാൽ. അപ്പോൾ അതിലുണ്ടായിരുന്ന മുള്ളനൊക്കെ ഞാൻ നന്നാക്കിയിട്ട് അതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടാ. മുള്ളൻ വറുത്താൽ മോനും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ബാക്കി കുറച്ച് പുളി വേഗം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്നണ്ട് ചൂടാക്കി ഗ്യാസും വെച്ചിട്ടിട്ടാ. അപ്പോൾ വേഗം നമ്മളെ പണി ഒരു വിധം തീർന്നിട്ട് വേണം വേറെ ഓരോന്നിനിട്ടാ. നമ്മളെ വീട്ടിലത്തെ ഇപ്പോൾ യൂട്യൂബ് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ വേറെയുള്ള സമയം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടൊന്നല്ല കേട്ടാ. നമ്മൾ ഈ വീഡിയോ എടുക്കണത് അപ്ലോഡ് ചെയ്യണത് സൗണ്ട് കൊടുക്കണത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടണ ആ കുറച്ച് സമയം ഉണ്ടല്ലോ, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടണ ആ കുറച്ച് സമയത്താട്ടാ. അല്ലാതെ ഞാൻ ഒരാൾക്കും വീട്ടിലുള്ള കാര്യങ്ങളായാലും വേറെയുള്ള കാര്യങ്ങളായാലും ഒന്നും അവിടെ ഇട്ടിട്ടല്ല കേട്ടാ. അത് ഒരാൾ പറയില്ല എന്നോട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് കേട്ടാ. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് എന്നെങ്കിലും നമ്മളെ അതിനൊരു ഇതുണ്ടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടാ. അപ്പം അതിനൊരു ലക്ഷ്യം ഉണ്ട്. അപ്പം നമ്മൾ അന്ന് വാങ്ങിച്ച ചട്ടിയാണ് കേട്ടാ. അന്ന് ഷോപ്പിന് കാണാൻ പോയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചട്ടിയാട്ടാ. അപ്പം അത് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഉമ്മിയിട്ടിട്ട് എൻ്റെ അമ്മയൊക്കെ കത്തിക്കും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട്. അപ്പോൾ ആ ചട്ടിയുടെ കളറാണ്ട് മാറും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ കളറിക്ക് ചുവപ്പ് കളറായിട്ട് തന്നെ വേണം കേട്ടോ. അത് കാരണം ഞാൻ കഞ്ഞിര വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ മയക്കെടുത്തത്. നല്ലാണ്ട് തിളപ്പിച്ചിട്ടാ. ഇട്ട് കുറച്ച് നേരം അവർ പറഞ്ഞ് ഈ കഞ്ഞിര വെള്ളത്തിലൊക്കെ ഒരു ദിവസം ഇട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ കഞ്ഞിര വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാ. അങ്ങനെ നമ്മളെ കറിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയി. അപ്പോൾ ഒരു തരി ഉലുവാപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി വയ്ക്കുക കേട്ടാ. അപ്പോൾ അതൊക്കെ കറി ഓഫാക്കി ഇട്ടു കേട്ടാ. നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷം അത്ര തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ഇട്ട് പോന്നോട്ടേട്ടാ. ഇത് മോളുടെ അവിടുത്തെ രാവിലത്തെ ഒരു കോടയാട്ടാ. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ ഓക്കെ ബൈ.